ലാലേട്ടന്റെ കൂടെ ഇരുന്നാൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടൊക്കെ ഗോസിപ്പ് ഉണ്ട് അവിടേക്ക് എല്ലാത്തും ഞാൻ കുറച്ച് OCD ആണ്. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ അവൾ എന്റെയും OCDന്റെ അപ്പനാ. ഹലോ ആൻഡ് വെൽക്കം ടു ഫോക്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ദ വെരി ബ്യൂട്ടിഫുൾ ശ്വേത മേനോൻ. How sweet. Thank you, Neeru. നൂർജഹാൻ. Yes. Superb name. Yeah. താങ്ക് യു സോ മച്ച്. ചേച്ചീനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ടൈറ്റിൽസ് അലങ്കരിക്കുന്ന ഒരാളാണ്. ഒരു ആങ്കർ ആയിരുന്നു, ആക്ടറാണ്, മോമാണ്, അതുപോലെ അങ്ങനെ ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്. ഭാര്യയാണ്, മോളാണ്. അതെ തന്നെ ഒത്തിരി ടൈറ്റിൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ബീങ് യു എന്ന് പറയുകയാണെങ്കിൽ ഹു ഈസ് ശ്വേത മേനോൻ? എല്ലാരും ഒരു സാധനമാണ് ശ്വേത മേനോൻ. ഇതിൽ ഏത് ടൈറ്റിൽ അലങ്കരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷവതിയാവുന്നത്? എന്റെ അച്ഛനും അമ്മയുടെയും മോളായിട്ട്. അത്രേ ഉള്ളൂ. ഉള്ളൂ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ടൈറ്റിൽസ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു നല്ല മോളായി കഴിഞ്ഞപ്പോഴാണ് ബാക്കിയെല്ലാം അതിൻ്റെതായ വഴിക്ക് വന്നത്. അച്ഛനും അമ്മയും ചേച്ചീനെ നോക്കിയ പോലെ ആ സെയിം വേ ആണോ ചേച്ചി മോളെ നോക്കുന്നത്? നോട്ട് അറ്റ് ഓൾ. അത് ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് അവരൊന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ എൻ്റെ അച്ഛനമ്മ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു അങ്ങനെയൊക്കെ ഒന്നും എനിക്ക് പറയാനില്ല. സത്യം സ്ട്രഗിൾ ചെയ്യാത്തൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. നല്ല ചൈൽഡ്ഹുഡ് ആയിരുന്നു. അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു, അമ്മ ഹൗസ് വൈഫ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ലൈഫ് തന്നെ ആ ടൈപ്പേ അല്ല. ഐ കാൺട്ട് സേ ദാറ്റ് ഐ എം ഡൂയിങ് ദ സെയിം തിങ്. ഇപ്പോൾ ചേച്ചിയുടെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത്, ചേച്ചി ഇതിനു മുമ്പ് ഞാൻ ഈ നമ്മുടെ ജങ്കാർ മൂവിയുടെ പ്രൊമോഷൻ അന്ന് വന്നപ്പോൾ ചേച്ചിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ അന്ന് വന്നപ്പോഴും എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതായത് ആരോടും വലിപ്പ ചെറുപ്പങ്ങളില്ല, എല്ലാവരോടും ഫ്രണ്ട്ലി. അതുപോലെ ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തപ്പോൾ എല്ലാവരും ഇടുന്ന കൊളാബറേഷൻസ് ഒക്കെ ചേച്ചി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര റെയറാണ് അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അല്ല അതെന്താ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇവരെല്ലാരും ഇത്ര സമയം തരുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ അവരെ കൊളാബ് അക്സെപ്റ്റ് ആരിട്ടാലും ഞാൻ പ്രൊഫൈൽ ഉണ്ടപ്പോ ഞാൻ ആലോചിച്ചു, അയ്യോ ചേച്ചി എല്ലാവരുടെയും കൊളാബ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ടാൽ മാത്രം അതെ കാണുന്നത് അത് പക്ഷെ വളരെ കുറവല്ലേ അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും. അപ്പൊ ഇവരൊന്ന് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യോ കൊളാബ് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ? ഇല്ല, ഞാൻ കാണുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ തോന്നുമ്പോൾ ഞാൻ അക്സെപ്റ്റ് അങ്ങനെ ഇറ്റ്സ് ഓൾ ഇൻ മൂഡ്. ഐ എം നോട്ട് എ സോഷ്യൽ മീഡിയ പേഴ്സൺ. അതൊരു ട്രെയിനിങ് തന്നെയാണ്, അതൊരു നമ്മളൊരു പ്രൊഫഷനാണ്. അതൊക്കെ പഠിച്ചു വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്ന് ചേച്ചി ഒരു ഷോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിന്ന് പൈസ കിട്ടുമോ? ഇതുവരെയ്ക്കും എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. എനിക്ക് ആരും പൈസ തന്നിട്ടില്ല. ഇനി കൊളാബ് അക്സെപ്റ്റ് ചെയ്യുമ്പോ പൈസ വാങ്ങിയിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഓർത്തോളൂ നൂർജഹാൻ. അല്ല എന്നാലും ചേച്ചി ഇപ്പം ഇതുവരെ അതിന്റെ ഒരു എങ്ങനെയാണ് അതിൽ നിന്ന് ആഡ് വരുന്നത് അതൊന്നും ചേച്ചി കാര്യം പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? അല്ല സി ഐ ഹാവ് നോട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ നമ്മളൊക്കെ എല്ലാം കൊലാബാണല്ലോ. അപ്പോൾ അവർ കൊലാബ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുക, എനിക്ക് ഫ്രീ ആയി ഡ്രസ്സ് കിട്ടുക, എനിക്ക് നന്നായി ഡ്രസ്സ് ചെയ്യുക. ഒരു കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു മീഡിയം. ഇതുവഴി പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിന്ന് ആലോചിച്ചിട്ടില്ല. ആലോചിച്ചാലും എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരുന്ന് വിലപേശൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ചേച്ചി ഇങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളില്ലാണ്ട് എല്ലാവരോടും ഒരുപോലെ ബിഹേവ് ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ചേച്ചി നമ്മുടെ വെറുതെ എല്ലാ ഭാര്യയിലായ പോലും ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻസിനോടും ഒക്കെ ഒരേപോലെയാണ്, നമ്മളതെല്ലാം കാണുന്നതാണ്. അപ്പോൾ അതിനൊരു മോട്ടീവ് കാണുമല്ലോ. അതായത് ഇപ്പോൾ യൂഷ്വലി എല്ലാവരും ഒരു ഫെയിമൊക്കെ വരുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും കുറച്ച് ഞാനൊരു വലിയ ആളാണെന്നുള്ളൊരു സംഭവമുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഒരു റോൾ മോഡലോ അല്ലെങ്കിൽ ആരിൽ നിന്നാണ് അത് കിട്ടിയത്? ആരിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തെടുത്തതാണോ ആ ഒരു സംഭവം? അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർ എൻ്റെ വെറുതെ ഭാര്യ സീസൺ 1 ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവരെന്നെ കാണാൻ വന്നത് അവരുടെ മോൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഐ ഫീൽ ഇറ്റ്സ് എ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഈ ഒരു ലൈഫ് ചൂസ് ചെയ്തതാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിളാണ്, പേഴ്സണാണ്. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ അതാണ് പഠിപ്പിച്ചത്, ദ ലീസ്റ്റ് യു ക്യാൻ ഡു ഇസ് ബി നൈസ് ടു പീപ്പിൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ഇത് പിന്നെ ചില സമയത്ത് നമ്മുടെ ഒരു പ്രൈവസി, നമ്മൾക്ക് എല്ലാ സമയത്ത് ചിരിച്ചും കളിച്ച് ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സമയത്ത് മാത്രമേ ചിലപ്പോൾ ഒരു സങ്കടം വരാറുള്ളൂ. ബട്ട് അതർവൈസ് ഐ എം ബേസിക്കലി ഇതാണ് എന്റെ നേച്ചർ. ടെമ്പർ അത്രയ്ക്ക് വിട്ടു പോകണമെങ്കിൽ എന്തായിരിക്കും അതിനൊരു കാരണം? അത് ഭയങ്കര അത്
അത് പിന്നെ പോവും, അത് പിന്നെ വേറെ ഒരു രീതിയാണ്. ഏറ്റവും ചേച്ചിക്ക് അപ്പൊ ദേഷ്യപ്പെടുന്നത് പക്ഷെ ദേഷ്യം വന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നില്ല, പിന്നെ കഴിഞ്ഞു. മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടി മനസ്സിലൊന്നും വെക്കൂല. ഇല്ല. അത് തന്നെ ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്. ചേച്ചിയുടെ ആ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഇറിറ്റേഷൻ വരുന്നതും പെട്ടെന്ന് ദേഷ്യം വരുന്നതും എന്ത് കാര്യത്തിലാണ് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തത്? ഞാൻ കുറച്ച് OCD ആണ്. പിന്നെ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിന്റെ സമയത്ത് ഇപ്പോൾ എൻ്റെ ടീം വഴി എന്തെങ്കിലും ഇപ്പം ഞാൻ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ടീം വഴി എൻ്റെ തെറ്റ് നടന്നാൽ എനിക്ക് കുറച്ച് സങ്കടം വരും. അപ്പം അതിന് ഞാൻ കുറച്ചൊന്ന് ഇത് ഈ OCD എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കുറെ പേര് ഇത് ഇപ്പൊ ഞാൻ OCD അല്ല, ബിക്കോസ് മോളായി കഴിഞ്ഞപ്പോ അമ്മയായി കഴിഞ്ഞപ്പോ OCD കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ അവള് എന്റെയും OCDന്റെ അപ്പനാ. എന്താ എല്ലാ മറ്റേ ഷീസ് ലൈക്ക് ലിറ്റിൽ കുറച്ച് മീൻസ് അവള് മീൻസ് ഇറ്റ്സ് ലൈക്ക് യുനോ ഷീ ലൈക്സ് ഹെർ റൂം ടു ബി ക്ലീൻ അങ്ങനെയൊക്കെ. കുറച്ചുകൂടി ഈസി അല്ലോ, അവള് തന്നെ എല്ലാം ക്ലീനാക്കി വെക്കുമല്ലോ. സാധാരണ അമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുട്ടികളെ. എനിക്ക് എന്റെ മോള് വഴി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ച്. ഷീസ് ലൈക്ക് എന്നെ ഏറ്റവും ജാസ്തി എൻകറേജ് ചെയ്യുന്നതും അവൾ തന്നെയാണ്. ഞാൻ കുറച്ച് അവളെ എപ്പോഴും പറയും, അമ്മ പോയി വർക്ക് ചെയ്യും അമ്മ എന്നൊക്കെ വരും. ഇപ്പൊ എത്ര വയസ്സായി? 12 വയസ്സ്. എല്ലാം അമ്മ എല്ലാം ഫുൾ സപ്പോർട്ടാണ് ആള്. ഷീസ് ദിസ് തിങ്. പക്ഷെ ചില സമയത്ത് അവൾക്ക് അവളുടേതായ, അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഒന്നും വർക്ക് ചെയ്യാറില്ല. വർക്ക് ഇല്ലാത്ത സമയത്ത് ഐ ആം വിത്ത് ഹർ ഓൺലി. നമുക്കൊരു കുഞ്ഞു സെഗ്മെന്റിലോട്ട് പോയാലോ? ഒരു ദിസ് ഓർ ദാറ്റ് സെഗ്മെന്റ് ആണ്. ദിസ് ഓർ ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ, വിച്ച് ഈസ് മോർ ഫേവറേറ്റ് ആൻഡ് വൈ എന്നാണ്. പാലേരി മാണിക്യം ഓർ സോൾട്ട് ആൻഡ് പെപ്പർ? ദാറ്റ്സ് ഡിഫിക്കൽട്ട്. രണ്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവീസ് ആണ്. ഡിഫിക്കൽട്ട് ആണ്. ദിസ് ആൻഡ് ദാറ്റ്, ബോത്ത്. ഈ രണ്ട് ക്യാരക്ടേഴ്സും രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ്. ഇതിൽ രണ്ടിലും ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി എന്താണ്? രണ്ടും എനിക്ക് നല്ല മെമ്മറീസേ ഉള്ളൂ. പാലേരി മാണിക്യം എന്ന് പറഞ്ഞാൽ രഞ്ജിയേട്ടൻ്റെ എന്താ പറയുക റോക്ക് ആൻഡ് റോൾ കഴിഞ്ഞിട്ടുള്ള കിട്ടിയൊരു സബ്ജക്റ്റാണ്. ആൻഡ് മൂപ്പരുടെ ഒരു ഇൻസിസ്റ്റൻസിലാണ് ഞാൻ ആ സിനിമ ചെയ്തത്. ആൻഡ് ഐ ലൈക്ക് യുനോ ചീരു ക്യാരക്ടർ കിട്ടിയത് തന്നെ എനിക്ക് തോന്നുന്നു മൂപ്പര് പറഞ്ഞ പോലെ മൂപ്പരുടെ വാക്കുകളാണ്. ചീരു ഞാൻ എഴുതുമ്പോൾ ശ്വേതൻ്റെ മുഖമാണ് വരുന്നത്. ചീരു ശ്വേത തന്നെ ചെയ്യണം. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ മായ, സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ മായ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനാണ് ഐ തിങ്ക് ഒരു 6-7 മാസം മുമ്പേ സൈൻ ചെയ്ത്, അത് കഴിഞ്ഞ് ഒരു 7 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ സൂപ്പർ ഹിറ്റ് ഫിലിം. പക്ഷെ വേറെ ആർക്കും അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് മൂവി വിൽ വർക്ക്. ഞാൻ ചേച്ചിനെ കാണും, ഇപ്പം ഞാനത് ഓർത്തു. ഞാൻ അന്ന് ഭയങ്കര ചെറുതാ, 5th സ്റ്റാൻഡേർഡ് 6 ആ സമയത്തായി സോൾട്ട് ആൻഡ് പെപ്പർ ടൈമില്ല. അപ്പൊ ആ സമയത്ത് ഈ കട്ടിച്ചമ്മന്തി അരയ്ക്കുന്ന അമ്മ, അതില് പിന്നെ ഞാൻ ഈ കട്ടിച്ചമ്മന്തിയുടെ ഫാനായി. ഒട്ടും വെള്ളം ചേർക്കാൻ സമ്മതിക്കൂല, കട്ടിച്ചമ്മന്തി വേണം. അപ്പൊ പേഴ്സണലി ചേച്ചി ഇപ്പൊ ഫുഡിയാണോ? ഫുഡിയാണ്. ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമാണ്. മൂടിയാണ്. എല്ലാം ഡെയിലി നമ്മുടെ അമ്മമാരുടെ പോലെ ഒന്നും അല്ല ഞാൻ. എല്ലാ ദിവസവും കിച്ചണിൽ പോയി ഹാപ്പിലി, അതൊരു മൂഡാണ്. ചില ദിവസം ഒരു കുക്കിംഗ് മൂഡൊക്കെ വരും, ചില ദിവസമല്ല. ഇപ്പൊ ഒരു ഐ ട്രൈ ടു. ഇപ്പൊ ഞാനൊരു 10 ദിവസം വീട്ടിലുണ്ടെങ്കിൽ ഒരു 10 എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്നുണ്ടാകും. ഒരു 8 ദിവസം കുക്ക് ചെയ്യും. ചിലപ്പോൾ 10 ദിവസം ഉണ്ടാവും, പക്ഷെ മേ ബി 1 ടൈം. ബാക്കിയെല്ലാം പിന്നെ ശ്രീയും നല്ല കുക്കാണ്. സോ ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. നല്ല ഏറ്റവും ഫേവറേറ്റ് മൂപ്പര് നാടൻ ഭക്ഷണമാണ്. നല്ല സദ്യ ഉണ്ടാക്കും. പിന്നെ മാങ്ങാട്ട മീൻ കറി ഉണ്ടാക്കും. മീനിന്റെ ആശാണ് മൂപ്പര്. അപ്പോൾ ഹീസ് എ വെരി ഗുഡ് കുക്ക്. സോ വി ആർ സോർട്ടഡ്. അടിപൊളിയാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും. അതെ. നെക്സ്റ്റ് വൺ, വളാഞ്ചേരി ഓർ കൊച്ചി? വളാഞ്ചേരി. വൈ? ബിക്കോസ് എൻ്റെ അച്ഛൻ്റെ നാടാണ്. ആൻഡ് ഐ ലൈക്ക് എൻ്റെ അച്ഛൻ്റെ ഫാമിലി. എൻ്റെ അച്ഛൻ്റെ തറവാട് അവിടെയാണ്, CK പാറയിൽ. ആൻഡ് ഐ തിങ്ക് ഐ ലവ് മൈ ഫാദേഴ്സ് ഫാമിലി ബിക്കോസ് ഭയങ്കര സോർട്ടഡ് ഫാമിലിയാണ്. അതെനിക്ക് തോന്നുന്നു ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. നമ്മളെല്ലാം ക്ലിയറായി ചെയ്താലേ നമുക്ക് നാളെ എക്സസ് ബാഗേജ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. സോ ഐ ലൈക്ക് വളാഞ്ചേരി. അപ്പോൾ ചേച്ചിയുടെ ചൈൽഡ്ഹുഡ് ഒക്കെ കൂടുതൽ അവിടെ തന്നെയായിരുന്നു? നോ, ഞാൻ ജനിച്ചും വളർന്ന എല്ലാം കേരളത്തിന് പുറത്താണ്. അവിടെ ഇപ്പൊ വെക്കേഷൻ ടൈമിലൊക്കെ ഓൺലി. ഓക്കെ, ആ സമയത്തൊക്കെ ഫുൾ വളാഞ്ചേരിയും തിരൂരും. എൻ്റെ അമ്മയുടെ തറവാട് തിരൂരാണ്. അപ്പോൾ തിരൂർ വെട്ടം
അവിടെയാണ് താമസിക്കാറുണ്ടായിരുന്നത്. നമ്മൾ യൂഷ്വലി അമ്മയുടെ വീട്ടിലാണ് വരാറുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ അച്ഛമ്മേനെ കാണാൻ വളാഞ്ചേരിയിൽ പോയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. വെറുതെ അല്ല ഭാര്യ ഓർ കോമഡി സ്റ്റാർസ്? നോ, നത്തിങ്. ഐ തിങ്ക് എൻ്റെ എല്ലാ വർക്കും ഐ എം നോട്ട്, മോശമായാലും നല്ലതായാലും ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ വർക്ക്. എനിക്ക് കിട്ടുന്ന വർക്ക് വെച്ചിട്ടല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ ഡോണ്ട് റിഗ്രറ്റ്. മെമ്മറീസ് ഉള്ളത് ഏതിലാണ്? ഒബ്വിയസ്ലി ഞാൻ എന്ന വ്യക്തി, ശ്വേതാ മേനൻ എന്ന വ്യക്തി മലയാളികൾ അറിഞ്ഞത് വെറുതെയുള്ള ഭാര്യ വഴിയാണ്. അപ്പോൾ ഐ എം ഒബ്വിയസ്ലി വെരി വെരി ഹാപ്പി. വെറുതെയുള്ള ഭാര്യ ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു മനോരമ. ശ്രീകണ്ഠൻ നായർ സാറാണ് എനിക്ക് തോന്നുന്നു കല്യാണത്തിൽ തന്ന ഒരു ഗിഫ്റ്റാണ് വെറുതെയുള്ള ഭാര്യ. അപ്പോൾ ദാറ്റ്സ് ഹൗ. യാ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിൽ കണ്ടസ്റ്റൻസ് ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ എല്ലാം ആ ഒരു, ഞാൻ അവരുടെ ഗ്രൂപ്പിൽ ഇന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പിലുണ്ടല്ലേ? അടിപൊളി. ഓക്കെ, അങ്ങനെ അവരായിട്ടൊക്കെ കോണ്ടാക്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ചേച്ചി രണ്ടുപേരുടെയും കൂടെ മത്സരിച്ചതാണ്, ഐശ്വര്യ റായ് ഒരു സുസ്മിത സെൻ. അപ്പൊ ഇവരുടെ രണ്ടാളുടെയും അടുത്ത് എന്തായാലും ചേച്ചി ദിസ് ഓർ ദാറ്റ് പറയൂല. അപ്പൊ ഇവരുടെ രണ്ടാളത്തെത്തും ചേച്ചിക്ക് അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള 2 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഈച്ച് പേഴ്സൺ ഓർ വൺ പേഴ്സൺ? വൺ ഓർ ഈച്ച്, എന്തായാലും പറയാം. എനിക്ക് സുഷ്മിത സെൻ്റെ ഒരുപാട് ക്വാളിറ്റീസ് ഇഷ്ടമാണ്. ഷീസ് വെരി ഒരു ഇമോഷണലായ ഒരു കുട്ടിയാണ്. സോ വാട്ട് എവർ ഷീ ഫീൽസ് ഷീ സേസ്. ആൻഡ് ഭയങ്കര പാഷൻ ഉള്ള കുട്ടിയാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻകൾക്കേറ്റ് ദാറ്റ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാൻ ഇഷ്ടമാണ്. ഐശ്വര്യൻ്റെ നത്തിങ്. എൻ്റെ റൂമി ആയിരുന്നു ഐശ്വര്യ, റൂംമേറ്റ് ആയിരുന്നു. പക്ഷെ ഐ തിങ്ക് മോർ ദാൻ ഐശ്വര്യ എനിക്ക് തോന്നുന്നു സുഷ്മിത എൻ്റെ അടുത്ത റൂമിലായിരുന്നു. സോ ഐ വാസ് മോർ അട്രാക്റ്റഡ് ടു കൂടുതൽ അട്രാക്ഷൻ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് നല്ല ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ലേ, അതെനിക്ക് സുഷ്മിതേനെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഒരാളും അറിയാത്ത ഒരു പെൺകുട്ടിയായിരുന്നു. സഡൻലി എവിടുന്ന് അവൾ കയറി വന്നു, nobody knew about it. Yeah. Yes. Next one. Fish curry meals or Malabari dum biryani? Oh, fish curry. Fish curry fan. ഫിഷ് കറി. അത് ചേട്ടൻ ഉണ്ടാക്കുന്ന ഫിഷ് കറി തന്നെയാണോ ഫേവറേറ്റ്? അല്ല, അങ്ങനെയൊന്നുമില്ല. ആരുണ്ടാക്കിയാലും ഫിഷ് കറി. ഫിഷ് ഈസ് മൈ ഫേവറേറ്റ്. ഏറ്റവും ഇഷ്ടമുള്ളത് ഫിഷ് കറി മാത്രം കൂട്ടി ചോറുണ്ടോ? അതൊക്കെ കഴിക്കാം. ഫിഷ് കറി, ഫിഷ് ഫ്രൈ, എന്താണെങ്കിലും ഫിഷ് ഈസ് മൈ പ്രയോറിറ്റി. ഫിഷ് ആണ് ഫേവറേറ്റ്. ഓക്കെ, ഫിഷ് കഴിക്കാനായിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തപ്പിപ്പോയിട്ട് ഓരോരോ സ്ഥലമുണ്ട് എൻ്റെ. തപ്പല്ല, അവർ വാങ്ങിയിട്ട് എന്ന് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫിഷ് കഴിക്കുന്ന ആൾക്ക് ഫ്രഷ് ഫിഷ് ഒക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാവുമല്ലോ. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനിൽ എന്ന് പറഞ്ഞ്, നമ്മുടെ വൈറ്റ് ഫോർട്ട് അനിൽ ജബ്ബാറിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കൊല്ലം ആ സൈഡിൽ. ഒരു ഫിഷ് ഉണ്ട്, ഇത്ര വലിയ ഫിഷാണ്, എപ്പോഴും ഫ്രഷ്. അവിടുന്ന് വർക്കലേന്ന് ഇങ്ങനെ ഫ്രഷ് പിക്ക് ചെയ്ത് വന്ന് അത് ബാർബിക്യൂ ചെയ്ത് എനിക്ക് അയക്കാറുണ്ട്. അമ്മോ, ഇത്ര വലിയ ഫിഷ്, അതിന് ചോറൊന്നും വേണ്ട, ഫിഷ് അനിൽ ജബ്ബാറിന്റെ ഫിഷ്. യം യം യം. വീണ്ടും പറഞ്ഞപ്പോ വീണ്ടും അവരുടെ പോവാൻ തോന്നുന്നു. ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ട് ഒന്ന് അയക്കുമോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വർക്കലേന്ന് ഒന്ന് അയച്ചു തരുമോ? മുപ്പര അയക്കും. എങ്ങനെ അയക്കും? അതൊക്കെയാണ് സീക്രട്ട്. എല്ലാവരുടെ നല്ലപോലെ എന്നാ നമുക്ക് ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട്. നോ, ഹീ ഈസ് എ വെരി ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ അനിലിന് അറിയാം എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് മൂപ്പർക്ക് എന്താ പറയുക, നമ്മളല്ലേ ചില ആൾക്കാർക്ക് അതൊരു കഴിവാണ് കഴിപ്പിക്കുക. ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ ഇരുന്നാൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരാളാണ് അനിൽ. സോ വിത്ത് അനിൽ ഹിസ് ഫിഷ്, സീരിയസ്ലി വർക്കലയിൽ അനിൽ ജബ്ബാർസ് ഫിഷ് ഇസ് ഓസം. ലാലേട്ടന്റെ കൂടെ ഡയറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ലാലേട്ടൻ മൂപ്പര് ഡയറ്റ് ചെയ്യും, നമ്മളെ കൊണ്ട് ചെയ്യില്ല. ലാലേട്ടൻ അങ്ങനെ ലാലേട്ടനായിട്ട് പരിചയപ്പെടുത്തി തന്ന എന്തെങ്കിലും ഫുഡ് ഐറ്റം? അങ്ങനെയൊന്നുമില്ല. മൂപ്പര് ആ ഒരു അപ്പോഴത്തെ ഒരു ഇമോഷൻ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കുക്കാണ്. യുനോ, ലാലേട്ടൻ കുക്ക് ചെയ്തതല്ലേ? അല്ല, മൂപ്പര് കുക്ക് ചെയ്യും. ഞാനിപ്പോ മൂപ്പരെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട്, അമേരിക്ക പോയിട്ടുണ്ട്, ഐ ഹവ് ഡൺ മൂവീസ് വിത്ത് ഹിം. മൂപ്പര് അങ്ങനെയൊന്നുമില്ല. മൂപ്പര് ചില സമയത്ത് ഓക്കെ ഇന്ന് എനിക്ക് ഇത് ഉണ്ടാക്കണം, അല്ലാതെ ആരെങ്കിലും അടുത്തുനിന്ന് ഉണ്ടായിപ്പിച്ചിട്ട് അങ്ങനെ. സോ ഹീസ് വിത്ത് ഹിം നമ്മളുടെ ഫുഡ് സോർട്ടഡ് ആണ്. നമ്മൾ വിശപ്പ് ആയിട്ട് നമ്മൾ ചാവൂല ലാലേട്ടൻ്റെ കൂടെ. എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്? എന്ത് ഞാൻ യൂസ് ചെയ്യാനോ അല്ലാതെ എനിക്ക് കാണാനോ? കാണാൻ. രണ്ടും. എവിടെയൊക്കെ ഗോസിപ്പ് ഉണ്ടോ അവിടേക്ക് എല്ലാത്തും ഞാൻ.
എല്ലാം പെണ്ണുങ്ങളുടെ സ്വഭാവം ഉണ്ട് എനിക്ക്. അതെ, ഗേളി ഗേൾ. ഗലി ഗേൾ കുശുമ്പെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ, നല്ല രസം. കേൾക്കാൻ, പറയാൻ. നമ്മുടെ ഒരു കോമൺ ഹേറ്ററും കാണുമല്ലോ, രണ്ട് ഫ്രണ്ട്സിന്റെ. മീൻസ് ഇപ്പൊ ചേച്ചി ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ എനിക്ക് ഒബ്വിയസ്ലി ഇഷ്ടമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഗോസ്. ഓ അതൊക്കെ പിന്നെ അതൊക്കെ ഇന്ന് ഹേറ്റ് ഉള്ളത് നാളെ ലവ് ആവും. അതാണ് പെണ്ണുങ്ങളുടെ ഒരു സാധനം ഒരു ECG പോലെയാ. ഇന്ന് ഇവിടെ താഴത്താണെങ്കിൽ നാളെ മുള്ളുണ്ടാവും. അങ്ങനെയാണ് അത്. അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഞാൻ ഒന്നും മനസ്സിൽ വെക്കില്ല. അതാണ്, അതുകൊണ്ടാണ് ECG പറഞ്ഞത്. മനസ്സിൽ വെക്കുന്ന ആള് പിന്നെ ചത്ത പോലെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. ഒരു സീക്രട്ട് അപ്പൊ ചേച്ചിനോട് പറയാൻ പറ്റൂല. അല്ലല്ല, ഐ നോട്ട് ടെൽ. ഐ എം എ വെരി എക്സലന്റ് സീക്രട്ട് കീപ്പറാണ്, അത് മതി. പക്ഷെ ഞാൻ ഒന്നും ഉള്ളിൽ വെക്കില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് ഇഷ്ടമില്ല, നൂർജഹാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ മുഖത്ത് നോക്കി പറയും. അതിനെനിക്ക് 10 ആൾക്കാർ വേണ്ട, മനസ്സിൽ വെച്ച് ബിഹേവ് ചെയ്യൂല. പക്ഷെ ഈ ഗോസിപ്പെല്ലാം സമയത്ത് അപ്പൊ ഇൻ കേസ് യൂട്യൂബ് ചാനലൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് തുടങ്ങി, പിന്നെ നിർത്തി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആരും, ഞാൻ ഇങ്ങനെ ചില ആൾക്കാർ ഈ ഫാമിലിയിൽ യൂട്യൂബ് ചാനലിൽ അങ്ങനെ തുടങ്ങൂലേ, പിന്നെ അങ്ങനെ ആലോചിക്കും ഹൈ ഞാൻ എനിക്ക് ചെയ്യണം എൻ്റെ ഹസ്ബൻഡ് കൂടെ. മൂപ്പര് ഒരു ദിവസം കൂടി വന്നാൽ I will be very happy. ഞാൻ മൂപ്പരോട് പറഞ്ഞു കണ്ണ I would like to have ഒരു യൂട്യൂബ് എന്നൊക്കെ. അപ്പോൾ ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് വഴങ്ങി കൊണ്ടുവരട്ടെ. എന്നിട്ട് ഇപ്പോൾ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് ശ്വേത മേനോൻസ് യൂട്യൂബ് ചാനൽ ഉടനെ വരും. യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മോഡലിംഗ് ഓർ ആക്ടിങ്? ഓഫ് കോഴ്സ് ഞാൻ ഒരു മോഡൽ ആവണമെന്ന് വിചാരിച്ചില്ല, ഒരു ആക്ട്രസ് ആവണമെന്ന് വിചാരിച്ചില്ല. ബട്ട് ഐ ആം ആൻ ആക്ട്രസ് കം മോഡൽ കം ആക്ട്രസ് ആണ്. ഞാൻ ആദ്യം ആക്ടിങ്ങാണ് തുടങ്ങിയത്, പിന്നെയാണ് ഞാൻ മിസ് ഇന്ത്യ ആവുന്നത്, പിന്നെ അവിടെ നിന്നാണ് മോഡലിംഗ്. ആൻഡ് ഫ്രം ദെയർ ഐ ബിക്കെയിം എ ആക്ട്രസ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് വാസ് ലൈക്ക് ഒരു സൈഡ് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വാസ് എ ജേർണി. രണ്ടും എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അത് ഒന്ന് കഴിയുമ്പോൾ ഒരു എന്നെ എൻഹാൻസ് ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അതൊരു പ്ലസ് ആയിട്ട് മാറി. എപ്പോഴും ഇന്നും ഒരു മോഡലിംഗ് എനിക്ക് കിട്ടിയാൽ ഐ എം റെഡി ടു ഡു ഇറ്റ്. പിന്നെ എനിക്ക് ഐ തിങ്ക് ഐ ബീൻ എ വെരി ലക്കി. നല്ല നല്ല മോഡലിംഗ് അസൈൻമെന്റ്സ് ചെയ്തിട്ടുണ്ട്, അതേ സമയത്ത് സിനിമകളും ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സേ ഏതാണെന്ന്. ലാസ്റ്റ് വൺ, വിത്ത് ഓർ വിത്തൗട്ട് മേക്കപ്പ്? വിത്തൗട്ട് മേക്കപ്പ്. വിത്തൗട്ട് മേക്കപ്പ് ഭയങ്കര. എന്നെ 99% വർക്ക് ഇല്ലെങ്കിൽ എന്നെ വിത്തൗട്ട് മേക്കപ്പേ കാണുള്ളൂ. അതാണ് കൂടുതൽ കംഫർട്ടബിൾ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെഗ്മെന്റ്. ആൻഡ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പുതിയൊരു വിശേഷം കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ജങ്കാർ മൂവി. അപ്പൊ എന്താണ് ജങ്കാറിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ജങ്കാറിന്റെ ജൂലൈ 4 തിയേറ്ററിൽ റിലീസ് ചെയ്യാണ്. മനോജ് ടി യാദവ് ആണ് ഡയറക്റ്റ് ചെയ്തതിന്. MC ബാബുരാജ് ഏട്ടനാണ് പ്രൊഡ്യൂസർ. കുറച്ച് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഐ വോണ്ട് സേ ദിസ് ഇസ് എ ലീഡ് ഓർ ദിസ് തിങ്, ക്യാരക്ടർ. സോ ലൈക്ക് എ ടാഗ് ലൈൻ സേസ് എവ്രി പേഴ്സൺ ഹാസ് എ ഫോ ബിഹൈൻഡ് ദം. എല്ലാ ആൾക്കാരുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു ശത്രുവുണ്ട്, പുറത്ത് ശത്രുവുണ്ട്, സൈഡിൽ ശത്രുവുണ്ട്, മുമ്പിൽ ശത്രുവുണ്ട്. അതാണ് ആ ഒരു ടാഗ് ലൈൻ കറക്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയില്ലേ, നമ്മൾ എങ്ങനെ ജീവിതത്തിൽ സർവൈവ്, ഹൗ ഡു വി സർവൈവ്, അതുതന്നെയാണ് ആ ടാഗ് ലൈനിൽ. എവ്രി പേഴ്സൺ ഹാസ് എ ഫോ ബിഹൈൻഡ് ദം. സോ ജങ്കാർ മീൻസ് ലൈക്ക് ഇറ്റ്സ് ഒരു ലൈഫ് എന്താ പറയുക, ഒരു ജേർണിയാണ്. അതിലെങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുന്നു, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തിങ്. ഒരു തുരുത്തിൽ നടക്കുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സുണ്ട്. അപ്പാനി ശരത്, ദർ ഇസ് ശബരീഷ്, ദർ ഇസ് രേണു, ദർ ഇസ് സുധീർ ഏട്ടൻ, ഗീതി, പിന്നെ നല്ല ടെക്നിക്കൽ സപ്പോർട്ടുണ്ട് ബിജി ബാലേട്ടൻ. ആൻഡ് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷാനു ആണ് ഈ സിനിമ കണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ഗേവ് us a ഹ്യൂജ് ഒരു നമ്മളല്ലേ നല്ലൊരു ഒരു ബൂസ്റ്റ് തന്നത്. ആൻഡ് ഗേവ് us ജൂലൈ 4 എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് ഒരു വേൾഡ് വൈഡ് റിലീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഭാഗ്യം. സോ ഐ വോണ്ട് ടു സേ താങ്ക് യു ടു ആർ ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബ്യൂട്ടേഴ്സ് എല്ലാവരും. ചേച്ചി ഇപ്പോൾ ചെയ്യുന്ന എല്ലാ റോൾസ് ആണെങ്കിലും ആ റോൾസിനൊക്കെ എന്തെങ്കിലും ഒരു വേഴ്സിറ്റാലിറ്റി ഉണ്ടാവും. അപ്പോൾ ജങ്കാറിൽ ചേച്ചീനെ അട്രാക്ട് ചെയ്യിപ്പിച്ച മെയിൻ ഫാക്ടർ ഉണ്ടായിരുന്നു ഈ ഒരു റോളിലേക്ക്? സോ ജങ്കാർ ഞാൻ ഇതുവരെയ്ക്കും ചെയ്ത ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ്. ഔട്ട് ഓഫ് ദ വേ ആണോ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ വേ ആണ്. ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ വേറെയാണ്. ഇങ്ങനത്തെ ഒരു തുരുത്തിൽ വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഒരു സിനിമയായിട്ട് ചെയ്തിട്ടില്ല. ദെൻ മല്ലിയാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ
മല്ലി പോലെ എന്താ പറയുക, എല്ലാ സ്ഥലത്തും മല്ലി എന്ന് പറഞ്ഞാൽ ആ തുരുത്തിൽ എന്തെങ്കിലും നടന്നാൽ ഗുഡ് ബാഡ് അഗ്ലി മല്ലി അവിടെ ഉണ്ടാവും. അപ്പോൾ മല്ലീൻ്റെ ഒരു പ്രസൻസ് ഇല്ലാതെ ഒരു സാധനം ആ തുരുത്തിൽ നിന്ന് മുന്നോട്ട് പോവില്ല. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മല്ലി. അപ്പോൾ ഈ ഒരു ജങ്കാറിന്റെ ഒരു കോർ എലമെന്റ് ആണ് അല്ലേ? വൺ ഓഫ് ദ കോർ. ഈ നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയുക, കോ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു സിങ്ക് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ പ്രൊമോഷൻ സമയത്തൊക്കെ ഭയങ്കര അങ്ങോട്ട് ട്രോളുന്നു ഇങ്ങോട്ട് ട്രോളുന്നു. ലൈക്ക് ചേച്ചി അവരുടെ ഒരു ലൈക്ക് ഒരു സീനിയർ ആർട്ടിസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അവരുടെ കൂടെ ജെല്ലായി. ഐ റിയലി എൻജോയ് ഇറ്റ് ബിക്കോസ് സി ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ സീനിയറാണ് നിങ്ങൾ ജൂനിയറാണ് എന്ന് പറയുന്ന ഒരാളല്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ച എല്ലാ സിനിമ എൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് മൂവിയാണ്. ബിക്കോസ് ഞാൻ വൺ ആഫ്റ്റർ ദി അതർ പ്രോജക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഓരോ പ്രോജക്റ്റിൽ ഞാൻ കയറുമ്പോൾ ഫോർ മീ ദാറ്റ്സ് മൈ ഫസ്റ്റ് മൂവി. സോ ഐ ആം വെരി എക്സൈറ്റഡ്. ചില സമയത്ത് അവരോടും ജാസ്തി എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടാവുക, നെർവസ്നെസ്, പേടി എല്ലാം എനിക്ക് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ചേച്ചിയുടെ ഒരു ലൈഫിൽ ഇപ്പോൾ ചേച്ചി തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ ഒരു ഞാൻ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്നെ കുറേ പേർക്ക് അറിയാം, ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, അത് റിയലൈസ് ചെയ്ത ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു ചേച്ചി? ഡെയിലി സി സിനിമയിൽ വന്നിട്ടോ അല്ല മിസ്സിൻ്റെ ആയിട്ടല്ല. ഐ വാസ് ഓൾവേസ് ലിറ്റിൽ എക്സ്ട്രാ ഹൈറ്റ് ഉണ്ടായിരുന്നു, നടത്തം ഒരു. അപ്പോൾ അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു ഫ്രം ദ ടൈം എൻ്റെ ഒരു ഓർമ്മ ഐ തിങ്ക് ഐ ഹവ് ഓൾവേസ് അട്രാക്റ്റഡ്. സോ മേ ബി അതുകൊണ്ടാവും ഈ ഒരു ഫീൽഡിൽ വന്നത്, ചിലപ്പോൾ അതും ആവാം. പക്ഷേ എന്തോ ഉണ്ട് അറിയായിരുന്നു. അപ്പൊ കൂടെ ആയാലും ഫ്രണ്ട്സ് ഒക്കെ പറയായിരുന്നോ എന്തായാലും നീ എന്തായാലും നല്ലൊരു ഇതിൽ വരും അങ്ങനെയൊക്കെ? അല്ലല്ല, ഫ്രണ്ട്സ് ആരെങ്ങനെ നമ്മൾ അങ്ങനെ സംസാരിക്കാറേ ഇല്ലല്ലോ. നമ്മൾ ഒരാള് എവിടെ പോകുന്നു വിചാരിച്ചിട്ടില്ല. ബട്ട് ടുഡേ ഐ എം വെരി ഹാപ്പി. നമ്മൾ 3 പെണ്ണുങ്ങളായിരുന്നു ബെഞ്ച് മേറ്റ്സ്. ഓൾ ദ 3 ആൾക്കാരും 3 ഡിഫറെന്റ് ഫീൽഡിലെത്തി. So one is a big advocate and a, you know, criminal advocate and all, corporate advocate. പിന്നെ ഒരാൾ ഡോക്ടർ, ഗൈനക്, ഓണർ ഓഫ് എ ഹോസ്പിറ്റൽ. ഐ ആം ഡൂയിങ് ദിസ്. സോ യു നോ, അപ്പോൾ നമ്മൾ ആരും അങ്ങനെ നീ എന്താവും അങ്ങനെ ഒന്നും. ടീച്ചേഴ്സിൻ്റെ പെറ്റായിരുന്നു? നോ നോ, ഐ വാസ് എ പെറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് എനിക്ക് നന്നായി ദേഷ്യം കിട്ടിയിട്ടുണ്ട്, നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. ഐ വാസ് എ വെരി നോട്ടി ചൈൽഡ്. വാസ് ഇസ് എന്നറിയില്ല, പക്ഷെ വാസ് നോട്ടി ആയിട്ടുള്ളത്. വെരി നോട്ടി ബേബി. ഏറ്റവും കൂടുതൽ പേരൻസ് മീറ്റിംഗിന് പേരൻസിന് കിട്ടുന്ന കംപ്ലൈന്റ് ചേച്ചി ചെയ്ത് എന്ത് കാര്യത്തിന്? അങ്ങനെ ആ നോട്ടിനെസ് ഉണ്ടല്ല. ഞാൻ കുർത്തക്കേട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മറ്റേ ഹൈപ്പർ ആക്റ്റീവ്. ഐ വാസ് ജസ്റ്റ് ഐ വാസ് നോട്ടി ചൈൽഡ്. അപ്പോൾ ഇന്നും എൻ്റെ മോളെ കുറച്ചുകൂടി ഒതുക്കുണ്ട്. ഞാനാണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നത്, ദൈവമേ എനിക്ക് 2 കുട്ടികളുണ്ട്, 2 ആളെ മാനേജ് ചെയ്ത് വരണം. മോൾക്കപ്പോ ശരിക്കും ചേച്ചിയുടെ ക്യാരക്ടറാണോ ചേട്ടന്റെ സ്വഭാവമാണോ കൂടുതൽ കിട്ടിയത്? മോൾക്കോ? എല്ലാരും എന്താ പറയുന്നത്, അമ്മക്കുട്ടിയാണെന്നാണോ അച്ഛൻകുട്ടിയാണോ? അച്ഛൻകുട്ടിയാണ്. ഹഡ്കോർ അച്ഛൻകുട്ടിയാണ് ആണ്. അച്ഛന്റെ സ്വഭാവങ്ങളും ആണല്ലേ കൂടുതലും. അങ്ങനെ. അപ്പൊ നമുക്ക് ഒരു സെഗ്മെന്റും കൂടി ഉണ്ട്. ഞാൻ ആ സെഗ്മെന്റിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ദ സ്റ്റീരിയോ ടൈപ്പ് എന്നാണ്. ഞാൻ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് പറയും. ആ സ്റ്റേറ്റ്മെന്റ്സ് ചേച്ചി റൈറ്റ് ആണോ റോങ് ആണോ ആൻഡ് റീസൺ അതൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. Bold actresses can't be sensitive or emotional in real life. അയ്യോ, wrong, totally wrong. ബോൾഡ് പേഴ്സണാലിറ്റി പറയുന്നത് തന്നെ അവർ എല്ലാം ഓവർ ആയതുകൊണ്ടാണ്. ഓവർ സെൻസിറ്റീവ്, ഓവർ ഇമോഷണൽ. അതുകൊണ്ടാണ് അവരെ ബോൾഡായിട്ട്, ബിക്കോസ് അതൊരു കവചമായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. യു നോ, ടു ദേ പ്രൊട്ടക്ട് ദംസെൽഫ്. യാ. ചേച്ചിനെ എല്ലാവരും ബോൾഡ് എന്നൊക്കെ പറയാം. ഓ, ദാറ്റ് ഐ ഡോണ്ട് നോ വൈ ഡു ദേ സേ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, വൺസ് ടൈപ്പ് കാസ്റ്റ് ദർ ഇസ് നോ കമ്മിങ് ബാക്ക്. നോ, നമുക്ക് നോ പറയാൻ അറിയണം. അത് ഇറ്റ്സ് റൈറ്റ്. അവർക്ക് വേണമെങ്കിൽ അങ്ങ് നമ്മളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളൊന്ന് എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ അറിഞ്ഞാൽ ഇറ്റ്സ് ഈസി. യാ. ചേച്ചിയെ നോ പറയാൻ പഠിപ്പിച്ചതാരാ? എൻ്റെ അച്ഛൻ. നോ പറയേണ്ടടുത്ത് നോ പറയണം. നോ, യാ. ഓർ മാക്സിമം ഫസ്റ്റ് ഒരു കുട്ടീനെ പഠിപ്പിക്കേണ്ടത് നോ തന്നെയാണ്, യെസ് അല്ല. നെക്സ്റ്റ് വൺ, ബ്യൂട്ടി ഡിഫൈൻസ് എ വുമൻസ് സക്സസ് ഇൻ എന്റർടൈൻമെന്റ് വേൾഡ്. നോ, നോട്ട് അറ്റ് ഓൾ. No. You have to be a good artist. You have to be a very lucky artist.
ലക്കും ഒരു ഫാക്ടർ ലക്ക് ഒന്നല്ല, ലക്കാണ് മെയിൻ. മെയിൻ. അപ്പോൾ നോ, ബ്യൂട്ടി ഹാസ് നത്തിങ് ടു ഡു വിത്ത് Nothing to do. Next one. You can't balance glamour, intellect and motherhood. Something will suffer. നോ, ഇറ്റ്സ് അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം നമുക്ക് ഏത് രീതിയിൽ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യണം എന്ന്. ബിക്കോസ് വിമൻ ആർ മൾട്ടി ടാസ്കേഴ്സ്. Yeah. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ ബ്യൂട്ടിഫുൾ ആണെങ്കിലും, അവരൊരു അമ്മയാണെങ്കിലും, അവരൊരു ഭാര്യ ആണെങ്കിലും, ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിലും, ഐ തിങ്ക് വിമൻ ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി ആൻഡ് സ്മൂത്ത്ലി. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലാണ്. ടോട്ടലി. Actresses are each other's biggest competitors, not supporters. യാ, കൈൻഡ് ഓഫ്. സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുക. ന്യൂ കമ്മേഴ്സ് വിൽ നെവർ ബി സപ്പോർട്ടിങ് ഈച്ച് അതർ, അത് ഉറപ്പാണ്. ഒരു കാരണവശാലും ന്യൂ കമ്മേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല. ദേ വിൽ ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇന്ന് എനിക്ക് പറയാം ഐ എം സപ്പോർട്ടിങ് ബിക്കോസ് ഐ ഹവ് റീച്ച് സംവെയർ. ഇനി പുതിയതായിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യാം അല്ലേ? ഒബ്വിയസ്ലി ഐ സപ്പോർട്ട് ബിക്കോസ് പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടി വൈ ഐ വോണ്ട് ടു ബി സംവെയർ. ഞാൻ എന്തിനു നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം? നോട്ട് അറ്റ് ഓൾ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അത് നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വേണം അല്ലേ? പിന്നെ കോമ്പറ്റീഷൻ മൈൻഡ് അല്ല, ഒരു കാരണവശാലും ഒരു പെണ്ണ് വേറെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യില്ല. അതാണ് ട്രൂത്ത്. പക്ഷെ ഒരു പക്വത വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അങ്ങോട്ടും ചേച്ചിയായി കഴിഞ്ഞ് ആദ്യം ആവുമ്പോൾ പേര് വെച്ചിട്ടാണ് നൂർ എങ്ങനെയുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നൂർജി ആവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നൂർ ചേച്ചിയാവും, പിന്നെ ഇത്തയാവും, പിന്നെ അമ്മയാവും, പിന്നെ ആര് നൂറ്. അതെ. അപ്പൊ അങ്ങനെ തുടക്ക സമയത്ത് വരുന്ന അനുസരിച്ചിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ. ലാസ്റ്റ് വൺ. യു ഹാവ് ടു സ്റ്റേ സൈലന്റ് ടു സർവൈവ് ഇൻ ദി ഇൻഡസ്ട്രി. നോട്ട് അറ്റ് ഓൾ. അതൊക്കെ റോങ് കോൺസെപ്റ്റാണ്. നമുക്ക് പറയാൻ അറിയണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും റോങ് നടക്കൂലല്ലോ. മനസ്സിലായോ? സോ അത് ഞാൻ എല്ലാവരോടും പറയും. അപ്പോൾ ചില ആൾക്കാർ കമൻസിൽ എഴുതും, ഓ ഇതൊക്കെ പണ്ട് കുറേ ഇതാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും ഇവർക്കൊന്നും അറിയില്ല എൻ്റെ സ്വഭാവം. 17 വയസ്സ് തൊട്ടിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കുന്ന ആളാണ്. ബിക്കോസ് അത് എൻ്റെ പേഴ്സണാലിറ്റിയാണ്. എൻ്റെ പേഴ്സണാലിറ്റി ഇന്നോ ഇന്നലെ അല്ലല്ലോ മാറുന്നത്. യുനോ. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞത് ദിസ് ഇൻഡസ്ട്രി ഈസ് വെരി ബ്യൂട്ടിഫുൾ. നല്ല ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയണം. അത് അപ്പോൾ പറയണം. സോഷ്യൽ മീഡിയ വഴിയല്ല പറയേണ്ടത്. അതെ. ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് സംസാരിക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴല്ലേ വന്നത്? പണ്ടിങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ഡയൽ ചെയ്ത് ഫോൺ ഹലോ സർ ഒരു കാര്യം പറയാണ്ട് എന്ന് പറയാനല്ലോ. അല്ലാതെ സാറിനെ പോയി കാണുക, അല്ലാതെ ആരെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഇന്ന് ആണെങ്കിൽ ആൾക്കാർക്ക് ധൈര്യമില്ല. അവർക്ക് ഈ ഒരു തനിച്ചിരുന്നിട്ട് റൂമിലിരുന്നിട്ട് കമൻസ് അടിക്കാൻ മാത്രമേ അറിയുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഐ ഫൈൻഡ് ഇറ്റ് വെരി സ്കേരി. ഇപ്പോഴത്തെ ഒരു തലമുറ ഏറ്റവും ജാസ്തി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദുഷ്മൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. അതിൽ ഇങ്ങനെ ബാഡ് കമന്റ്സും അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നോ പ്രോബ്ലം, പാർട്ടി ടൈം എൻജോയ് ചെയ്യും. ഐ ഹാവ് നോ പ്രോബ്ലം. ഇപ്പൊ ചേച്ചി ഇതേപോലെ ഇപ്പൊ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നു, ചേച്ചി പോലും അറിയാത്ത റൂമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇപ്പൊ കണ്ടിട്ടേലു, എന്റെയും ശ്രീന്റെ ഡിവോഴ്സ് ആയി. അടിപൊളി. അത് 1500 ടൈമാണ്. അപ്പൊ നമുക്ക് അതൊക്കെ നോ പ്രോബ്ലം. സോ ഐ ആം യൂസ്ഡ് ടു. ഈ ഡിവോഴ്സ് ന്യൂസ് ഇങ്ങനെ എപ്പോഴും കേൾക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്നാണോ ഇത് കാണുന്നത്? ഓ ചേട്ടൻ എന്താ പറയുന്നത്? ഒന്നും പറയൂല. മൂപ്പരൊരു ജേർണലിസ്റ്റ് ആണ്, അതറിയണം. അതെ അതെ അതെ. മൂപ്പർ സേസ് എനി ന്യൂസ് ഇസ് ഗുഡ് ന്യൂസ്. അതെ, പ്രൊവൈഡഡ് ദേർ ഇസ് എ ന്യൂസ്. അതെ, നമുക്കൊരു ബൂസ്റ്റിംഗ് അല്ലേ, ഫ്രീ PR. അപ്പൊ എന്തായാലും നമ്മുടെ ജങ്കാർ ഇപ്പൊ ജൂലൈ 4th റിലീസ്. ജൂലൈ 4th ജങ്കാർ തിയേറ്ററിൽ വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ എന്താ പറയാ ഒരുപാട് നല്ല നല്ല തിയേറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓൾ ഓവർ ദ വേൾഡ്. ജൂലൈ 4th വേൾഡ് വൈഡ് റിലീസ് ആവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ജങ്കാർ കൂടാണ്ട് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് അത് ആ സമയത്ത് പറയും. കുറെ മൂവീസ് ഒക്കെ ഇനിയും ലൈക്ക് മലയാളത്തിൽ വരാനുണ്ട്. ഐ ആം സ്റ്റിൽ ലിസണിങ്. ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സും ജങ്കാറും എല്ലാം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.